اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹാദരണീയരായ ആദർശ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കരുണാവാനിധിയായ, സദാ നമ്മെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിയമനിർദ്ദേശങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന ഉത്തമരായ മുവഹ്ഹിദുകളായി മുഅ്മിനുകളായി ജീവിച്ച് ആ ആദർശത്തോടുകൂടി അന്ത്യം ഭരിക്കാനുള്ള നിരന്തരമായ പരിശ്രമം എല്ലാവരിൽ നിന്നും ഉണ്ടാവണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എവരെയും അല്ലാഹുവിന്റെ മഹത്തരമായ തൗഫീഖ് കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ആമുഖത്തിൽ നാം ഇന്നിവിടെ കേട്ടതുപോലെ തന്നെ ഒരു സലഫി ആദർശ വക്താവിനെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമായ ഒരു ദിവസമാണ് നമ്മൾ ഇന്ന് നിലകൊള്ളുന്നത്. തൗഹീദി പ്രബോധന രംഗത്ത് എന്നും ഒരു മുവഹ്ഹിദിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ധൈര്യവും ഊർജവും ആർജവും ഒക്കെ നമുക്ക് അറിവ് തരുന്ന, അറിവ് പകർന്നു നൽകുന്ന, സമൂഹത്തെയും സമുദായത്തെയും വിശ്വാസത്തിന്റെ ഉന്നതിയിലേക്ക് കൊണ്ടുപോകാൻ അഹോരാത്രം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാർ തന്നെയാണ്. നമുക്കറിയാം, നമ്മിൽ നിന്ന് വിട പറഞ്ഞുപോയ മഹാനായ മുഹമ്മദ് മദനി, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹവുമായി നേരിട്ട് ഇടപഴകിയ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന വല്ലാത്തൊരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു, അല്ലെ? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു സൗമ്യനായ മനുഷ്യനായിരുന്നു. സംസാരത്തിലുടനീളം ഒരു മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന സംസാരം അദ്ദേഹത്തിന്റെ മുന്നിൽ ഇരുന്ന് ഇങ്ങനെ കേട്ടിരുന്നാൽ പോലും അത്ര സൗമ്യമായ രീതിയിൽ സംസാരിക്കാൻ കഴിയുന്ന സൗമ്യനായ ഒരു മനുഷ്യൻ. ഒരു നേതാവ് എന്ന നിലക്ക് നോക്കുമ്പോൾ ദീർഘവീക്ഷണത്തോടുകൂടി ഒരു സമൂഹത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കാമെന്ന് കൃത്യമായി പഠിപ്പിച്ചു തന്ന പ്രാവീണ്യമുള്ള ഒരു നേതാവായിരുന്നു അദ്ദേഹം. ഒരു പണ്ഡിതൻ എന്ന നിലക്ക് അഗാധമായ പാണ്ഡിത്യം കൊണ്ടും സൗമ്യമായ ശൈലി കൊണ്ടും
ഏതൊരാൾക്കും കൃത്യമായ രീതിയിൽ വിഷയങ്ങൾ അവതരിപ്പിച്ചു കൊടുക്കാൻ കഴിവുള്ള മഹത്തരമായ ഒരു പണ്ഡിതൻ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ പണ്ഡിതന്റെ വിയോഗവും നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ്, അല്ലേ? നമ്മളെ പോലുള്ള അറിവ് കുറഞ്ഞ ആളുകൾക്ക് വ്യക്തമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു തരാനും ഗ്രഹിച്ച് അതിന്റെ ആഴപ്പരപ്പുകൾ മനസ്സിലാക്കി തരാനും ഒക്കെ ഇത്തരത്തിലുള്ള പണ്ഡിതന്മാരുടെ വാക്കുകളാണ് പലപ്പോഴും നമ്മളെ സഹായിച്ചിട്ടുള്ളത്. തിരക്ക് പിടിച്ച നമ്മുടെ ജീവിത യാത്രകൾക്കിടയിൽ പലപ്പോഴും തൗഹീദിന്റെ അക്ഷരങ്ങൾ നമ്മിലേക്ക് എത്തിച്ചു തരാൻ അവർ പരിശ്രമിച്ച പരിശ്രമങ്ങളും അതിനു വേണ്ടി ചിലവഴിച്ച സമയങ്ങളും ഒരുപാടാണ്. നമുക്ക് മുന്നിൽ കടന്നുപോയ ഒരുപാട് പണ്ഡിത കേസരികളുണ്ട്. അവരുടെ ജീവിതം കൊണ്ട് അവർ കൊത്തിവെച്ച ഓരോ അടയാളങ്ങളുണ്ട്. നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ ആ മഹാപണ്ഡിതന്റെ ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് വേണ്ടി അവിടുന്ന് ചെലവഴിച്ച ഓരോ സെക്കൻഡുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ മഅഫിറത്തിനു വേണ്ടി, മർഹമത്തിനു വേണ്ടി പരിപാവനമായ റൗദ ഷരീഫിലെ പരിപാവനമായ അല്ലാഹുവിന്റെ ജന്നത്തുൽ ഫിർദൗസിലെ ഓരോ ദറജകളും ഏറ്റുമാറുള്ള പ്രതിഫലമായി അദ്ദേഹത്തിൽ നിന്ന് ആ കർമ്മങ്ങൾ അത്രയും, അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങൾ അത്രയും അദ്ദേഹത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ അദ്ദേഹം ഈ ലോകത്ത് പകർന്നു നൽകിയ അറിവുകൾ ഓരോ അമലുകളായി അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ നിമിഷവും അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യപ്പെട്ട അമ്പിയാക്കളുടെ, ശുഹദാക്കളുടെ, സിദ്ദീഖുകളുടെ, സ്വാലിഹുകളുടെ കൂടെ വഹുസ്ന ഉലൈക റഫീഖ എന്ന് പറഞ്ഞ ആ ഉത്തമ കൂട്ടുകാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനും നമുക്കും ഇടം നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ യോഗം നമ്മളെ വേദനിപ്പിക്കുന്നു എന്ന പോലെ തന്നെ അദ്ദേഹത്തെ പോലെ ഇനിയും ഈ സമൂഹത്തെ മുന്നിൽ നിന്ന് നയിക്കാൻ അറിവുകൊണ്ട് സമ്പന്നമായ പണ്ഡിതന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ദീർഘവീക്ഷണത്തോടുകൂടി ഈ സമൂഹത്തെ, ഈ സമുദായത്തെ ഒന്നിച്ചു നിർത്തി നയിക്കുവാൻ കെൽപ്പുള്ള പണ്ഡിതന്മാരെയും നേതാക്കന്മാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ള പ്രയാസങ്ങളോ അല്ല എങ്കിൽ ഏതെങ്കിലുമൊക്കെ രൂപത്തിലുള്ള മനുഷ്യ സഹജമായ പിഴവുകളോ വന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഗ്ഫിറത്ത് കൊണ്ട്, മർഹമത്ത് കൊണ്ട്, റഹ്മാനായ എല്ലാത്തിനും വിട്ടുവീഴ്ച നൽകുന്ന ഗഫൂറായ റബ്ബിന്റെ കാരുണ്യം കൊണ്ട്, റഹ്മാനും അർഹമുർ റഹീമുമായ റബ്ബിന്റെ കാരുണ്യം കൊണ്ട്, പാപങ്ങൾ അത്രയും പൊറുക്കുന്ന ഗഫൂറായ നാഥന്റെ മഗ്ഫിറത്ത് കൊണ്ട്, ഉന്നതമായ സ്ഥാനങ്ങൾ കൊണ്ട് സ്വർഗ്ഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ പ്രവേശിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ സ്ഥാനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആമുഖമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു സാമൂഹിക പശ്ചാത്തല രീതി എന്ന് പറയുന്നത് മനുഷ്യർക്കിടയിൽ നിന്ന് സാമൂഹികമായ നന്മ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മനുഷ്യർക്കിടയിലുള്ള സൗഹൃദപരമായ അന്തരീക്ഷങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അനുദിനം നമ്മുടെ സമൂഹത്തിന് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് മതവിശ്വാസത്തിൽ ജീവിക്കുന്നവനും മനുഷ്യനെന്ന പരിഗണനയോടുകൂടി സൗഹൃദപരമായി ജീവിച്ച ഒരു അന്തരീക്ഷത്തിൽ നിന്ന് നമ്മുടെ വീടിന്റെ ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന ക്ലോക്കിന്റെ സെക്കൻഡ് സൂചിയുടെ ചലനം മാറി നമ്മുടെ ജീവിതത്തിലെ, നമ്മുടെ സമൂഹത്തിലെ അവസ്ഥകളും സാഹചര്യങ്ങളും അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്തമായ മേഖലകളിൽ അതിന്റെ മാറ്റങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പുത്തൻ ആശയങ്ങളും ചിന്താഗതികളും മനുഷ്യരിൽ അടിച്ചേൽപ്പിക്കുവാൻ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ശ്രമങ്ങൾ അനുദിനം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഏത് രീതിയിലുള്ള മാധ്യമങ്ങളാണെങ്കിലും ആദ്യത്തെ കാലഘട്ടം പോലെയല്ല. പണ്ട് ഒരു വാർത്ത പ്രചരിക്കണമെങ്കിൽ അതിന് സമയത്തിന്റെ പരിമിതി ഉണ്ടായിരുന്നു. ഇന്ന് ഒരു സെക്കൻഡുകൾ വെച്ച് ലക്ഷക്കണക്കായ ആളുകളിലേക്ക്
ഒരു മെസ്സേജ്, ഒരു ന്യൂസ് ഫോർവേഡ് ചെയ്യപ്പെടാൻ നിമിഷങ്ങൾ മാത്രം ദൈർഘ്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യവും അസത്യവും തിരിച്ചറിയാൻ കഴിയാത്ത വിധം കുപ്രചാരണങ്ങൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സമൂഹത്തിന്റെ ചലനം അനുദിനം വ്യത്യസ്തമായ രീതിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രവണതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ എന്ത് ചിന്തിക്കുന്നുവോ ആ ചിന്തക്കനുസരിച്ച് പ്രവർത്തിക്കുവാൻ മനുഷ്യൻ അതിർവരമ്പുകളില്ലാത്ത വിധം മനുഷ്യന് സ്വാതന്ത്ര്യത്തിന്റെ വാതായനങ്ങൾ തുറക്കപ്പെടണമെന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് സമൂഹത്തിന്റെയോ സമുദായത്തിന്റെയോ മതങ്ങളുടെയോ വേർക്കെട്ടുകൾ മുറിച്ചു മാറ്റാൻ മനുഷ്യൻ വ്യഗ്രതപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മദ്യവും മയക്കുമരുന്നും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സമൂഹത്തിന്റെ ഏറ്റവും വ്യാകുലമായ ഒരു വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഓരോ തിന്മകളും സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കാൻ മനുഷ്യന്റെ സ്വാതന്ത്ര്യമായി മനുഷ്യരെ പഠിപ്പിക്കുകയാണ്. അല്ലെ, നമുക്കറിയാം എത്ര ഒരു 10 കാലഘട്ടം പിന്നിൽ നിന്ന് മുന്നിലേക്ക് ചിന്തിക്കുമ്പോ നമ്മുടെ നാട് എത്ര മാറിയെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അല്ലെ, ഓരോ വിഷയങ്ങളിലും ഓരോ ചിന്തകളിലും ഇന്ന് ഒരു 8 വയസ്സ് 9 വയസ്സ് 10 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുടെ പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് ഉറപ്പ് പറയാൻ കഴിയുന്നു, ആ ഒരു 10 വയസ്സ് പ്രായം ഇന്നുള്ള കുട്ടിയുടെ പിതാവ് ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ട് എങ്കിൽ ആ കുട്ടിയുടെ വിവാഹത്തെ കുറിച്ച് അയാൾക്കുള്ള സങ്കല്പം, ആ കുട്ടിയുടെ വിവാഹത്തിൽ എത്രത്തോളം ഇൻവോൾവ്മെന്റ് എനിക്കുണ്ടാവും എന്നുള്ളത് ഉറപ്പ് പറയാൻ പറ്റൂല എന്നൊരു മാനസികാവസ്ഥയോ അല്ലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മാനസികാവസ്ഥ അങ്ങനെയാണ്. കാരണം സമൂഹം ഇന്ന് അതിനു വേണ്ടി വല്ലാതെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെ, ആണിനോടൊത്ത് ജീവിക്കാൻ, പെണ്ണിനോടൊത്ത് ജീവിക്കാൻ, അവിടെ ജാതിയും മതവും ഒന്നിന്റെയും അതിർവരമ്പുകളില്ലാതെ എന്താണോ മനുഷ്യന്റെ ഇച്ഛയും ഇഷ്ടയുമെങ്കിൽ ആ ഇഷ്ടത്തിനും ഇച്ഛക്കും അനുസരിച്ച് ജീവിക്കാൻ ആവശ്യമായ സമ്പ്രദായങ്ങളും പ്ലാറ്റ്ഫോമുകളും തയ്യാറാക്കി കൊടുക്കുവാൻ വേണ്ടി ഒരു ബഹുസംഘം നാനാ മേഖലകളിലായി പുറത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ മതങ്ങളാണ് വേലിക്കെട്ടുകൾ എന്ന് പറഞ്ഞ് മതത്തിന്റെ നന്മകളും മതത്തിന്റെ ചിന്തകളും മനുഷ്യരിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ വേണ്ടി നാസ്തികമായ ചിന്താഗതികൾ ആളുകളിലേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഒരു വിഭാഗം അങ്ങനെ പണിയെടുക്കുന്നു. മറ്റൊരു വിഭാഗം മനുഷ്യൻ എന്താണോ ചിന്തിക്കുന്നത് അതുപോലെ പ്രവർത്തിക്കുവാൻ ആവശ്യമായ വിപ്ലവ തുല്യമായ ഗാനങ്ങൾ രചിച്ചുകൊണ്ടും അത് സമൂഹത്തിൽ ആളുകൾക്കിടയിൽ ഇൻജക്ട് ചെയ്തുകൊണ്ടും ആളുകളുടെ ചിന്തയെ സ്വാധീനിക്കുന്ന ഒരു വിഭാഗം മറുഭാഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലെ, ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചാലും ഇങ്ങനെയൊക്കെ ചെയ്താലും മതവരിയുടെയും ജാതിവരിയുടെയും പേരിൽ തമ്മിൽ തല്ലുന്ന ആളുകൾക്ക് ഒരു കുറവും നമ്മുടെ സമൂഹത്തിൽ ഇല്ല. ഇങ്ങനെയൊക്കെ ചെയ്താലും മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും തമ്മിൽ തല്ലി ജീവിതം അവസാനിപ്പിക്കുന്ന ആളുകളാണ് ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മതവിശ്വാസങ്ങൾക്കെതിരെ ഇത്രയേറെ അമർഷവും ഇത്രയേറെ പണിയെടുക്കുമ്പോഴും അന്ധവിശ്വാസം കുലകുത്തി വാഴുകയാണ് നമ്മുടെ നാട്ടിൽ. അന്ധവിശ്വാസത്തിന്റെ പേരിൽ തല്ലിക്കൊല്ലാനും കുഴിച്ചുമൂടാനും മടിയില്ലാത്ത ആളുകൾ ഇന്നും പാശ്ചാത്യ കേരളത്തിലും പാശ്ചാത്യ നമ്മുടെ സമൂഹത്തിലും ഇന്നും നടമാടിക്കൊണ്ടിരിക്കുന്നു എന്നത് നമുക്കൊരിക്കലും നിഷേധിക്കാനാവാത്ത അനിഷേധ്യ സത്യമായി നമ്മുടെ മുന്നിൽ നിലനിന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നോക്കുമ്പോ നമ്മുടെ സമൂഹത്തിൽ ഏതൊക്കെ മേഖലകൾ നമ്മൾ 10 വർഷം മുന്നേ ചിന്തിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോ ഒരുപാട് മാറ്റങ്ങൾക്ക് വേണ്ടി ആളുകൾ ഇങ്ങനെ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിന്റെയൊക്കെ അനന്തരഫലം നമ്മുടെ സമൂഹവും സമുദായവും ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് സത്യം. അല്ലെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം പണ്ട് നാട്ടിലൊരു പഴമൊഴിയുണ്ട്, അല്ലെ, സ്വന്തം ഉമ്മാനെ തല്ലിയാലും 2 അഭിപ്രായം എന്ന് പറയും. പക്ഷെ സ്വന്തം ഉമ്മ ഓപ്പറേഷൻ കഴിഞ്ഞ് എഴുന്നേൽക്കാൻ കഴിയാത്ത സ്ഥിതിയിൽ കിടക്കുന്ന സ്വന്തം മാതാവിന്റെ നെഞ്ചിലേക്ക് കടാര കുത്തിയിറക്കുമാറ് മക്കൾ നമ്മൾക്കിടയിൽ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നത് 10 വർഷം മുമ്പ് ചിന്തിക്കാൻ കഴിയോ? വാപ്പ വരുമ്പോ സ്വന്തം പിതാവ് വരുമ്പോ അടുക്കള ഭാഗത്തേക്ക് മാറിപ്പോകുന്ന മക്കളെന്നില്ല. കാരണം സമൂഹം ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രതിധ്വനികൾ
ഓരോന്നായി നമ്മുടെ നാടുകളിൽ കണ്ടുകൊണ്ടിരിക്കുകയുമാണ്. അല്ലെ, ഇന്നേറെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലോ, ആളുകൾ പരസ്പരം അറിഞ്ഞതിന് ശേഷം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറിഞ്ഞതിന് ശേഷം, അവരൊന്ന് കൂടി അടുത്തറിഞ്ഞതിന് ശേഷം അവർക്ക് വേണമെങ്കിൽ അവർ വിവാഹിതരാകട്ടെ, അതിന് പാശ്ചാത്യമായ നാമം നൽകി ലിവിങ് ടുഗദർ എന്ന രീതിയിൽ നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായം. നിങ്ങളൊന്ന് ആലോചിക്കണം, നമ്മുടെ നാടുകളിൽ പ്രശസ്തമായ എത്രയോ ആളുകൾ ഇത്തരത്തിലുള്ള സമ്പ്രദായങ്ങളുമായി ഏറ്റു മുന്നോട്ട് പോകുന്നു. ഒരു വർഷത്തിനിടയ്ക്ക് അവരുടെ പാർട്ട്നേഴ്സ് 3 പേരോടൊത്ത് ജീവിച്ചിട്ടും അവർക്ക് പറ്റിയ ഇണകളെ അവർക്ക് കിട്ടുന്നില്ല. പക്ഷെ എന്താണ് ഇവിടെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ മനസ്സിലുള്ള ന്യൂനതകളെ, വൈകാരികതകളെ, അവന്റെ ചെറിയ ചെറിയ ന്യൂനതകളെ മനുഷ്യന്റെ മുമ്പിൽ ആശയമായി പ്രകടിപ്പിച്ചുകൊണ്ട് അവന്റെ ന്യൂനതകളെ സമൂഹങ്ങൾ മുതലെടുക്കുകയാണ് എന്ന് മനുഷ്യന് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നതാണ് സത്യം. ഇങ്ങനെ നമുക്ക് മുമ്പിൽ ഓരോ കാലഘട്ടങ്ങളിൽ പരിശോധിക്കുമ്പോഴും മാറി മാറി വരുന്ന ജനസമൂഹങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഓരോ പരിഷ്കാരങ്ങളും നമ്മുടെയൊക്കെ സംസ്കാരത്തിന് വരുത്തിവെക്കുന്ന മുറിവുകൾ ചെറുതല്ല എന്ന് നമുക്ക് മനസ്സിലാകും. ഇത്തരത്തിലുള്ള സമൂഹങ്ങൾക്കിടയിൽ ജീവിക്കുമ്പോ പലപ്പോഴും നമ്മളും ആശങ്കകളിലായിപ്പോഴും പല ആശയങ്ങളും നമ്മുടെ മനസ്സുകളെയും വേദനിപ്പിക്കും. എന്താണ് ഈ തീരുമാനത്തിന്റെ സത്യാവസ്ഥ, എന്താണ് ഇതിന്റെ ന്യായപരമായ തീരുമാനമെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പലപ്പോഴും നമ്മളും വേദനിക്കുന്ന അവസ്ഥകൾ ഉണ്ടാകും. അല്ലെ, പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആനിലെ ഒറ്റ വചനം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സമൂഹത്തിൽ ഉണ്ടാകുന്ന ഇത്തരം ചുതികളിൽ ഒരു വിശ്വാസി എങ്ങനെ ജീവിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായ രൂപത്തിൽ നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ പാരായണം ചെയ്യാറുള്ള ഒരാഴ്ചത്തെ പ്രകാശം ഒരു വിശ്വാസിക്ക് നൽകുമെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സൂറത്തുൽ കഹ്ഫിൽ നിന്ന് ഒരു ഒറ്റ വചനം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുണ്ടാകുന്ന ധാർമ്മിക ചുതികളിൽ നിന്ന് ഒരു വിശ്വാസിക്ക് എങ്ങനെ സമൂഹത്തിൽ ഉത്തമമായ രീതിയിൽ ജീവിക്കാനും ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന ആളുകൾക്കിടയിൽ എങ്ങനെ ഉത്തമമായ സമൂഹത്തിന്റെ നേതൃത്വമായി ജീവിക്കാൻ സാധിക്കുമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. ഓതി ഒരുപാട് ആവർത്തി ഓതി ശീലിച്ച ഒരു അധ്യായമായതുകൊണ്ട് തന്നെ ഈ വചനം ഞാൻ ഓതുമ്പോഴേക്കും ഒരുപക്ഷെ അതിന്റെ ബാക്കി ഭാഗങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന അവസ്ഥയുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ സൂചിപ്പിക്കുന്നു, വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബില്ലദാതി വല്ലശീ യുരീദൂന വജ്ഹഹു വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയ വലാ തുതി' മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വത്തബി ഹവാഹു വകാന അംറുഹു ഫുറുതാ എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നു. 3 കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്ന്, നമ്മുടെ സമൂഹം ഓരോ കാലഘട്ടങ്ങൾ വരുമ്പോഴും നമുക്കറിയാം നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ ആചാരത്തെ, ഒരു സംസ്കാരത്തിന്റെ ചട്ടക്കൂടിനെ അതിനെ നശിപ്പിക്കുവാൻ ആവശ്യമായ എല്ലാ രൂപത്തിലുള്ള ശത്രു പാളയങ്ങളിൽ നിന്നുള്ള ഒളിയമ്പുകൾ വന്നുകൊണ്ടേയിരിക്കുമെന്നുള്ളത് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് 1400 കൊല്ലങ്ങൾക്ക് മുമ്പേ നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അതിന്റെ വാണിംഗ് തന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബില്ലദാതി വല്ലശീ യുരീദൂന വജ്ഹ. ഒന്നാമതായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വസ്ബിർ നഫ്സക, നിന്റെ ആത്മാവിനെ, നിന്റെ ശരീരത്തെ നീ പിടിച്ചു നിർത്തണമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ അനുയായികൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി നിൽക്കുന്ന ആ ഒരു സദസ്സിന്റെ മുന്നിലേക്ക് വികാരഭരിതനായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഉയർന്ന പ്രദേശത്ത് ഇങ്ങനെ കയറി നിന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹംദും സലാത്തും ചൊല്ലി അവിടെയുള്ള അനുയായികൾക്ക് സലാം ഓതി. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുവാനുള്ള അതിന്റെ ആരംഭം തുടങ്ങിയപ്പോ അവിടെയുള്ള ആളുകൾക്ക് വല്ലാത്ത മനപ്രയാസം ഉണ്ടായി. കാരണം എന്താണ്, നമ്മുടെ മുമ്പില് ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് ഒരു കാര്യം അത് അവതരിപ്പിക്കുമ്പോ നമുക്കറിയാൻ കഴിയും, ആ മനുഷ്യന്റെ മാനസികാവസ്ഥ,
അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വരുന്ന ആ ഒരു വ്യതിചലനമൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും ഏത് വികാരത്തോടു കൂടിയാണ് അദ്ദേഹം ഇത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം കേട്ടപ്പോ വല്ലാത്ത പ്രയാസം തോന്നി അനുയായികൾക്ക്. എന്താണ് ഹബീബുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്ര പ്രയാസപ്പെട്ടുകൊണ്ട് എന്താണ് ഞങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് അവിടുത്തെ അനുയായികൾ ഇങ്ങനെ കാതോർത്ത് നിൽക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വമൻ യഇശു മിൻകും മിൻ ബഅദി ഫസയറാ ഇഖ്തിലാഫൻ കസീറാ. ഞാൻ മരണപ്പെട്ടു, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് നാമാവശേഷമായി പോയി, എനിക്കു ശേഷം നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയുസ് നൽകുന്നുവെങ്കിൽ, എന്റെ വഫാത്തിന്റെ ശേഷം നിങ്ങൾ ആരെങ്കിലും ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ഫസയറാ ഇഖ്തിലാഫൻ കസീറാ. നൂറ്റാണ്ടുകൾക്ക് മുമ്പല്ല, സമകാലികരായ തന്റെ കൂടെയുള്ള ആളുകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് നൽകുകയാണ്. ഞാൻ മരണപ്പെട്ടതിന്റെ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ആയുസ് നൽകുന്നുവെങ്കിൽ, നിങ്ങൾ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ഫസയറാ ഇഖ്തിലാഫൻ കസീറാ. സൽപാതാവിൽ നിന്ന് തെറ്റിപ്പോയ ഒരുപാട് ആളുകളെ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതിന്റെ അവസാന ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഖുർആനും സുന്നത്തും നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് അവിടുന്ന് പഠിപ്പിച്ചത്. വഅദ്ദു അലൈഹാ ബിന്നവാജിദ്. നിങ്ങളുടെ അണപ്പല്ലുകൾ കൊണ്ട് നിങ്ങൾ അതിനെ കടിച്ചു പിടിക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു, വസ്ബിർ നഫ്സക. നിന്റെ ആത്മാവിനെ നീ ക്ഷമയോടുകൂടി നിലകൊള്ളണമെന്നാണ്. നിന്റെ മനസ്സിനെ നീ ആ ക്ഷമയോടുകൂടി പിടിച്ചു നിർത്തണം. മഅല്ലദീന യദഊന റബ്ബഹും ബില്ലദാതി വല്ലശീ. പ്രഭാതത്തിലും പ്രദോഷത്തിലും നിന്റെ നാഥനോട് പ്രാർത്ഥിക്കുകയും നിന്റെ നാഥനെ ആരാധിക്കുകയും ചെയ്യുന്ന ആളുകളോടൊപ്പം നീ ക്ഷമയോടുകൂടി നിലകൊള്ളണമെന്നാണ്. യുരീദൂന വജ്ഹ, അല്ലാഹുവിന്റെ പ്രീതി ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളോടൊപ്പം നിലകൊള്ളുക എന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. ഏത് സാമൂഹികമായ പരിഷ്കരണങ്ങൾ വന്നാലും, ഏത് രൂപത്തിലുള്ള ധാർമ്മിക ചുതികൾ സമൂഹത്തിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാലും അവിടെ അടിപതറാതെ നിലകൊള്ളണമെങ്കിൽ നമുക്ക് അടിയന്തരമായിട്ട് നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിനെ ആരാധിക്കുകയും അള്ളാഹുവിനെ അനുസരിക്കുകയും അള്ളാഹുവിന്റെ മാർഗം അന്വേഷിക്കുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിലായി നിലകൊള്ളുക എന്നതാണ് ഏറ്റവും പരമപ്രധാനമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട അടിയന്തരമായ ഒരു വശം എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വചനം പ്രതീക്ഷിച്ചുകൊണ്ട് നിലകൊള്ളുകയും ചെയ്യുന്ന ആളുകളുടെ കൂടെ നിലനിൽക്കുക എന്നതാണ് ഏറ്റവും പരമപ്രധാനമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു പോകേണ്ട, നമ്മുടെ ജീവിതത്തിലെ പരമപ്രധാനമായ നിലപാട് എന്ന് കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അല്ലേ? നമ്മൾ പ്രവാസികളായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമ്മള് നാട്ടിൽ നിന്ന് വരുമ്പോ വിഭിന്നമായ സ്വഭാവമായിട്ടാണ് വീട്ടിൽ നിന്ന് വരിക. അല്ലെ? നമുക്ക് ഭക്ഷണത്തിലൊക്കെ പല സ്വരച്ചേർച്ചകൾ ഉണ്ടാവും. അല്ലെ? സാധാരണ നമ്മൾ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മൾ അങ്ങനെയാണല്ലോ, എരുണ്ടെങ്കിൽ എനിക്ക് പറ്റൂല, പുളി ഉള്ളതേ ഞാൻ തിന്നുള്ളൂ, എനിക്ക് ചോറ് തിന്നണമെന്നുണ്ടെങ്കിൽ ഇന്നത് വേണം, അങ്ങനെ ഞാൻ കഴിക്കുള്ളൂ. അങ്ങനെ നമ്മൾ 4 or 5 ആളുകൾ ചേർന്ന് ഒരു റൂമിൽ ഇരുന്ന് വർഷങ്ങൾ കഴിഞ്ഞു കൂടുമ്പോ ഈ സ്വഭാവം എവിടെ നഷ്ടമാകുന്നത്? അല്ലേ? പിന്നെ ഒരു പരിപ്പ് കൂട്ടി 5 ആളും തിന്നണില്ലേ? അതിലെ ഉപ്പും മുളകും രുചിയും ഒന്നും നോക്കാൻ നമ്മൾ ആരെ കൂടെ ചേരുന്നോ ആ ചേരുന്നതിനനുസരിച്ച് നമ്മൾ പാകപ്പെടുമെന്നുള്ളത് ഒരു സത്യമാണ്. അല്ലെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു പഴമൊഴി പോലെ നമ്മളെ പഠിപ്പിച്ചു. സാധാരണ നമ്മുടെ നാട്ടിൽ ഒന്നുണ്ട്, അത് ചാരിയ അത് മണക്കും, ചന്ദനം ചാരിയ ചന്ദനം മണക്കും. നമ്മുടെ നാട്ടിൽ പഴമൊഴിയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഒരാൾ ഒരു സുഹൃത്തായിട്ട് ഒരു കൊല്ലപ്പണിക്കാരനെയാണ് സ്വീകരിക്കുന്നത് എങ്കിൽ, കൊല്ലപ്പണിയെ മോശമാക്കിയിട്ടല്ല, ഒരു ദാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുതരാം. ഒരു കൊല്ലപ്പണിക്കാരനെയാണ് നമ്മളൊരു സ്വാഹിബായിട്ട് സ്വീകരിക്കുന്നത് എങ്കിൽ അവന്റെ ആലയിലുള്ള കരിയും പുകയും ചൂടുമാണ് അവൻ എന്ത് ചെയ്യാ പകരമായിട്ട് കിട്ടാനുള്ളത്. നേരെ മറിച്ച് ഒരു അത്തർ വിൽക്കുന്നവന്റെ
ആളാണ് അവന്റെ സുഹൃത്ത് എങ്കിൽ ആ അത്തറിന്റെ പരിമണമാണ് അവന് പ്രായശ്ചിത്തമായിട്ട് പ്രതിഫലമായിട്ട് ലഭിക്കുന്നത്. അപ്പൊ നമ്മൾ ആരുടെ കൂടെ കൂടുന്നു, നമ്മൾ ആരുടെ കൂടെ സഹവസിക്കുന്നു, നമ്മൾ ആരുടെ കൂടെ സമയം ചെലവഴിക്കുന്നു, നമ്മൾ ആരുടെ കൂടെ സംഘമായി ചേരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അല്ലെ, പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മൾ പഠിപ്പിച്ചു, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ മഅസ്വാദിഖീൻ. സത്യവിശ്വാസികളെ നിങ്ങൾ എന്ത് ചെയ്യണം? സത്യത്തിനു വേണ്ടി പരിശ്രമിക്കുകയും സത്യം നിലകൊള്ളാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളുടെ കൂടെ എന്ത് ചെയ്യണം? നിങ്ങൾ നിലകൊള്ളണമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ചരിത്രം ഉണ്ടാവും അല്ലെ. ഒരു വട്ടമെങ്കിലും ഒരു കേൾക്കാത്തൊരു മുസ്ലിം ഉണ്ടാവില്ല അല്ലെ. 100 മനുഷ്യർ 99 ആളുകളെ കൊലപ്പെടുത്തിയിട്ട് പശ്ചാത്താപം അന്വേഷിച്ചു പോകുന്ന ഒരാളുടെ ചരിത്രം അല്ലെ നമ്മളെല്ലാരും കേട്ടിട്ടുണ്ടാവും. 99 ആളുകളെ കൊലപ്പെടുത്തി തനിക്ക് പശ്ചാത്തപിച്ച് അല്ലാഹുവിലേക്ക് മടങ്ങാൻ കഴിയുമോ എന്ന് അന്വേഷിച്ച് യാത്ര പോകുന്ന ഒരു മനുഷ്യൻ യാത്രാമധ്യേ എതിരെ വരുന്ന ഒരാളോട് ചോദിക്കാം, 99 ആളുകളെ ഞാൻ കൊലപ്പെടുത്തിയിട്ടുണ്ട്, എനിക്ക് പശ്ചാത്താപം ഉണ്ടോന്നാ ചോദ്യം. അപ്പോ കേൾക്കുന്നയാള്, ആ കേട്ടയാൾ ഒരു വേള ഇങ്ങനെ ചിന്തിച്ചു, 99 ആളുകളെ കൊന്ന് ഇവനിഞ്ഞെന്ത് പശ്ചാത്താപ, ഇവനിഞ്ഞ് പശ്ചാത്താപം ഇല്ലാന്നുള്ള മനസ്ഥിതിയിൽ ഇയാൾ സംസാരിച്ചു. കേട്ടതാരാ? 99 ജീവൻ എടുക്കാൻ ഒരു വട്ടം പോലും ശങ്കിക്കാത്ത ഒരാളാ. ഈ 100ാമത്തെ ഒരാളെ കൊല്ലുക എന്നുള്ള അയാളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുള്ള കാര്യമല്ല. അപ്പൊ ആ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് തനിക്ക് ആശ്വാസകരമായ വാർത്ത കിട്ടിയില്ല എന്നുള്ള കാരണം കൊണ്ട് അയാളെയും തീർത്തു. പക്ഷെ അദ്ദേഹത്തിന്റെ ആഗ്രഹം അടങ്ങുന്നില്ല, പിന്നെയും അന്വേഷിക്കുകയാണ്. എനിക്ക് പശ്ചാത്താപമുണ്ടോ എന്ന് വീണ്ടും അന്വേഷിച്ച് നടക്കുക. അങ്ങനെ അദ്ദേഹത്തിന് പശ്ചാത്താപമുണ്ട് എന്ന മറുപടി നൽകിയതിനു ശേഷം അദ്ദേഹത്തിന് ആ പണ്ഡിതൻ കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെ. അദ്ദേഹത്തോട് ആ പണ്ഡിതൻ പറഞ്ഞു കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ്, നീ ഒരു കാര്യം ചെയ്യണം, 99 ആളുകളെ കൊല്ലാൻ മാത്രം മോശമായ സാഹചര്യമുള്ള നിന്റെ ആ നാട്ടിൽ നീ എന്ത് ചെയ്യരുത്, ഇനി നീ അവിടെ സഹവസിക്കരുത്. ആ ഒരു ചുറ്റുപാടുമായിട്ട് ഒരു കാരണവശാലും നീ എന്ത് ചെയ്യാൻ പാടില്ല, നീ ഇനി സഹവസിക്കാൻ പാടില്ല, നീ അവിടെ നിന്ന് പോകണം. എന്നിട്ടോ ഇന്ന നാട്ടിൽ അല്ലാഹനെ മാത്രം ആരാധിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവർക്കിടയിൽ പോയിട്ട് നീ എന്ത് ചെയ്യണം, നീ അവരോടൊപ്പം അല്ലാഹുവിനെ ആരാധിക്കണം, അവരോടൊപ്പം നീ അല്ലാഹുവിനെ ആരാധിക്കണം. ഒരു കാരണവശാലും നിന്റെ ജീവിതത്തിൽ നിനക്കൊരു നന്മയും പ്രദാനം ചെയ്യാത്ത, തിന്മയിലേക്ക് മാത്രം നിന്നെ പ്രേരിപ്പിച്ച ആ നാട്ടിലേക്ക് ഒരു കാരണവശാലും നീ മടങ്ങിച്ചെല്ലരുത് എന്നാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ ആദർശത്തെ, നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ ജീവിതത്തിന്റെ നന്മകളെ ഇല്ലായ്മ ചെയ്യുന്ന ആളുകളുമായി സഹവസിക്കുകയും അവരോട് കൂട്ടം കൂടുകയും അവരിൽ ഒരാളായി ജീവിക്കുകയും ചെയ്യുന്നത് കാലക്രമേണ അത് നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ ആദർശത്തെയും നമ്മുടെ നന്മകളെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാടേ എടുത്തു കളയുമാറുള്ള ഒരു സാഹചര്യമായിരിക്കും പിന്നീട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്നത് എന്ന് കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴും നന്മയുള്ള ആളുകളോടൊപ്പം, നല്ല ചിന്തയും നല്ല ആശയങ്ങളുമുള്ള ആളുകളോടൊപ്പം സഹവസിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൽ എന്നും നമുക്ക് നന്മകൾ മാത്രം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, ചില ആളുകള് മാനസികമായിട്ട് വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പൊ പൊതുവെ എന്താണ്, നമുക്ക് നമ്മുടെ ഈ പ്രയാസങ്ങൾ പറയാൻ പറ്റിയ ആളുകളോട് ഇത് ഷെയർ ചെയ്യാന്നുള്ളതാണ് നമുക്ക് ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു സൊല്യൂഷൻ ആയിട്ട് ഉണ്ടാവുക. പലപ്പോഴും ഇത് ഷെയർ ചെയ്യുന്നത് പലപ്പോഴും ഇത് ഷെയർ ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങൾ കേട്ടാൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകളോടായിരിക്കും പലപ്പോഴും നമ്മൾ പറഞ്ഞതിനേക്കാളേറെ മാനസിക പ്രയാസത്തോടു കൂടി തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മുടെ ജീവിതം എപ്പോഴും നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടുള്ള മാനസിക ചിന്താഗതികളുള്ള ആളുകളോടൊപ്പം സഹവസിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് അല്ലെ. നമ്മള് കൊണ്ടുപോയതിനേക്കാൾ ഇരട്ടി ടെൻഷൻ ഇങ്ങോട്ട് തന്നു വിടുന്ന ആളുകളുമായിട്ടാവുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനത്തെ ആളുകളോട് ഷെയർ ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്.
രണ്ടാമതായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു വലാ തഅദു ഐനാക അൻഹും തുരീദു സീറത്തൽ ഹയാത്തി ദുനിയ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മളിങ്ങനെ ഉറച്ചു വെക്കേണ്ട ഒരു തീരുമാനമാണത്. കാരണം നമ്മള് കുട്ടികളെയും കൊണ്ടൊക്കെ അങ്ങാടിക്ക് പോകുമ്പോൾ, നമ്മൾ ചെറിയ കുട്ടികളെയും കൊണ്ട് അങ്ങാടിയിലേക്ക് പോകുമ്പോൾ ചില പ്രത്യേക രൂപത്തിലുള്ള മിഠായി പൊതികൾ കാണുമ്പോൾ അവരിതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല. അതിന്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് അവർക്കറിയില്ല. അപ്പൊ അതിനൊക്കെ ശരിക്കും ശ്രദ്ധിക്കണം. അതായത് ഇന്നേ വരെ ആ കുട്ടി ആ മിഠായി തിന്നിട്ടില്ല. ആ മിഠായിന്റെ രുചി എന്താണെന്ന് ആ കുട്ടിക്ക് അറിയില്ല. പക്ഷെ എന്നാൽ ചില പൊതികളിലേക്ക് കുട്ടികൾ പെട്ടെന്ന് ഇങ്ങനെ ചൂണ്ടും, എനിക്കത് വേണം, എനിക്കത് വാങ്ങിത്തരണം. എന്താണ്? അതാണ് അട്രാക്ഷനാണ്. നമ്മുടെ ദുനിയാവ് എന്ന് പറയുന്നത് നമ്മളെ ഇതിൽ കൊണ്ടുവരുന്ന കുടുക്കിക്കളയും. എപ്പോഴും നമ്മൾ ചിന്തിക്കണം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിന് വേണ്ടി ഒന്നും ചെയ്യാൻ പാടില്ല, പരലോകത്തിന് മാത്രമേ പണിയെടുക്കാൻ പാടുള്ളൂ എന്ന് ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. അല്ലേ? ഒരിക്കലും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ. അവിടെ നിർത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസന. അവിടെ നിർത്തിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വഖിനാ അദാബന്നാർ. അതാണ് നമ്മുടെ പരലോകത്തിന് വേണ്ടിയാവുമ്പോൾ ഈ പണിയും കൂടി ഏറെടുക്കണം. ദുനിയാവിന് വേണ്ടി നമ്മൾ എത്രയൊക്കെ പണിയെടുക്കുന്നുണ്ടോ അതിനേക്കാളേറെ പരലോകത്തിന് വേണ്ടി പണിയെടുക്കണം. മാത്രവുമല്ല വഖിനാ അദാബന്നാർ. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഉതകുന്ന ജീവിതമായിരിക്കണം ദുനിയാവിന് വേണ്ടി ജീവിക്കുന്നതും ദുനിയാവിന് വേണ്ടി ചെലവഴിക്കുന്നതും ആയിട്ടുള്ള മേഖലകൾ എന്നാണ് ആ മേഖലയിൽ കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം. അപ്പൊ വലാ തഅദു ഐനാക അൻഹും തുരീദു സീറത്തൽ ഹയാത്തി ദുനിയ. ദുനിയാവിന്റെ പളപളപ്പിൽ, അതിന്റെ സൗന്ദര്യത്തിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ കണ്ണുകളെ നമ്മൾ അതിലേക്ക് നീട്ടിക്കളയാൻ പാടില്ല. ദുനിയാവിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ? നമുക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള, നമ്മുടെ മനസ്സിന് ആഗ്രഹമുള്ള ഒരുപാട് കാര്യങ്ങൾ ദുനിയാവിൽ നമുക്ക് മുന്നിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. അത് ആശയങ്ങളായി, അത് വാക്കുകളായി, അത് വരികളായി നമ്മളിലേക്ക് ഇങ്ങനെ കുത്തി നിറക്കാൻ വേണ്ടി നമ്മുടെ മുന്നിലൂടെ അതിനുള്ള എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഒഴുകി നടന്നുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഒരു വ്യതിചലനത്തിന്റെ പാത ഏത് നിമിഷവും നമുക്ക് തുറന്നു കിട്ടുന്ന രൂപത്തിൽ നമ്മളിലേക്ക് ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്യാനുള്ള മാധ്യമങ്ങൾ ഇന്ന് ധാരാളമാണ് അല്ലെ? പണ്ട് നമുക്കൊരാളോട് ഒരു ആശയങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ ഒരു ലഘുലേഖ കൂടെ അയാൾ അനുവാദം ഇല്ലാതെ കൊടുക്കാൻ കഴിയില്ല. കഴിയോ? പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തില്ല. ഇന്ന് അവൻ ചിന്തിക്കുന്നത് എന്തും നമ്മിലേക്ക് എത്താൻ നമ്മുടെ ഒരു അനുവാദത്തിന്റെ ആവശ്യമില്ല. നമ്മുടെ വിരൽ തുമ്പിലേക്ക് അതിങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാലും നമ്മളെ വലിച്ചുകൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള നൂലുകൾ നമ്മിലേക്ക് ഇങ്ങനെ ഓരോ ദിവസവും എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഒരിക്കലും ആ വഞ്ചനയുടെ കയറുകളിൽ പിടിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബി ചോദിച്ചു, അല്ലയോ പ്രവാചകരെ, സഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനിൽ ബിർരി വൽ ഇസ്മ. നന്മയെക്കുറിച്ചും തിന്മയെക്കുറിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് മറുപടി കൊടുത്തു, അൽ ബിർറു ഹുസ്നുൽ ഖുൽഖ്. നന്മ എന്ന് പറയുന്നത് സൽ സ്വഭാവമാണ്, നല്ല സ്വഭാവമാണ് ബിർറ് എന്ന് പറയുന്നത്. എന്നാൽ തിന്മ എന്ന് പറയുന്നത് മാ ഹാക ഫീ നഫ്സിക, നിന്റെ ഹൃദയത്തിന് ചൊറിച്ചിലുണ്ടാക്കുന്ന ഒരു കാര്യമാണ് തിന്മ എന്ന് പറയുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടർച്ചയായിട്ട് പറഞ്ഞു, വകരിഹത അൻ യത്വലിയ അലൈഹി നാസ്. അത് നിന്റെ മനസ്സിന് അത് ചെയ്യുമ്പോൾ ഒരു ചൊറിച്ചിലുണ്ടാവും. ഇത് ആളുകൾ അറിയുമ്പോ നിനക്കതൊരു വെറുപ്പുണ്ടാവും. ആളുകൾ ഇത് അറിയരുത് എന്നുള്ള ചിന്ത ഉണ്ടാവും. ഇത് ഏത് വരെയാണ്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വല്ലാത്തൊരു കാര്യമാണ്. ഏത് വരെയാണ് ഈ ഒരു ഗുണം ഉണ്ടാവുക? ആ തിന്മക്ക് നമ്മള് വശംവദനാകുന്നത് വരെയാണ് നമുക്ക് ആ ഒരു ഗുണം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഉണ്ടാവില്ല അല്ലെ? പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചല്ലോ, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പല പ്രവൃത്തിയുടെയും പേരിൽ അവർക്ക് എന്താ, അവരുടെ ഹൃദയങ്ങൾ ഇങ്ങനെ കറുത്തു പോയിക്കൊണ്ടിരിക്കുകയാണ് നാം
നമ്മൾ തിന്മ ചെയ്യുമ്പോ അതവിടെ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു കറുപ്പായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല രൂപാന്തരപ്പെടുത്തും. അതിങ്ങനെ വ്യാപിച്ച് വ്യാപിച്ച് വരുമ്പോ അത് പിന്നെ നമ്മളങ്ങനെ വിഴുങ്ങും. പിന്നെ നമുക്ക് അതൊരു പ്രശ്നമല്ലാതായി തീരും. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ പാടില്ല. ഏതൊരു സംഗതിയും ഗുണമാണ്, നല്ലതാണ് എന്ന് പറയുന്ന ഒന്നിലേക്കും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ചതാണ് എങ്കിൽ ആ വിരോധത്തിലേക്ക് നമ്മൾ പോവാതിരിക്കുക എന്നതാണ് ഏറ്റവും നമ്മുടെ ജീവിതം നല്ല നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തികരമായ രീതിയിൽ പര്യവസാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്ന് കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഏതൊരവസ്ഥയിലും അതിന്റെ നന്മതിന്മകളെ കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു ബോധം എപ്പോഴും നമുക്ക് ഉണ്ടാവണം എന്നത് വലിയ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ ആയത്തിന്റെ അവസാന ഭാഗത്തായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നു, വലാ തുതിഉ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വത്തബഅ ഹവാഹു വകാന അംറുഹു ഫുറുതാ. വലാ തുതിഉ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ. അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന്, സ്മരണയിൽ നിന്ന് ഹൃദയത്തെ വ്യതിചലിച്ച ആളുകളെ നീ അനുസരിക്കാതിരിക്കുക. അതുപോലെ തന്നെ വത്തബഅ ഹവാഹു വകാന അംറുഹു ഫുറുതാ. തന്റെ ഇച്ഛകളെ പിന്തുടരുകയും ചെയ്യുന്ന, ക്രൂരമായ പ്രവർത്തനം ചെയ്യുന്ന ആളുകളെ നമ്മൾ പിന്തുടരുകയും അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതം നയിക്കുകയും ചെയ്യുന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം, അല്ലെ? ഇത്തരത്തിലുള്ള തിന്മകളും ഇത്തരത്തിലുള്ള പ്രവർത്തികളുമായി ജീവിക്കുന്ന, ഇത്തരത്തിലുള്ള ആശയക്കാരുമായി കൂടുതലായിട്ട് ഇടപഴകുമ്പോ ഉണ്ടാകുന്ന പ്രശ്നം, കുറെ കഴിയുമ്പോ നമുക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് അത് തിന്മയല്ലാതായി, അത് നല്ലൊരാശയമായി, അത് അവസാനം അതിന്റെ വക്താവായി, അതിന്റെ പ്രചാരകനായി, അതിന്റെ ഒരു പടയാളിയായിട്ട് നമ്മൾ തന്നെ മുന്നിൽ നിൽക്കുന്ന സാഹചര്യം പലപ്പോഴും നമുക്കുണ്ടാകും. അപ്പൊ ആ സാഹചര്യങ്ങൾ ഇല്ലാതിരിക്കണമെങ്കിൽ കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, അല്ലെ, ഓരോ കാലഘട്ടങ്ങളും, ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പക്ഷെ നമ്മൾ ഇവിടുന്ന് ചിന്തിക്കുമ്പോൾ ഒരു 10 കൊല്ലം മുന്നേയുള്ള സാഹചര്യങ്ങൾ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിനേക്കാൾ പ്രായമുള്ള ആളുകൾക്ക് അതിനേക്കാൾ മുമ്പത്തെ ഒരു 10 വർഷം എടുത്ത അതിനേക്കാൾ വലിയ മാറ്റങ്ങൾ ഈ 20 കൊല്ലം കൊണ്ട് കാണാൻ കഴിയും, അല്ലേ? ഇത് നൂറ്റാണ്ടുകളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഈ ആശയവും ആദർശവും എങ്ങനെ നശിപ്പിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സംഘം പുറമെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ നിലയിലും. പിന്നെ നമ്മളെ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും തുടങ്ങി വെച്ചാൽ മതി, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തുടങ്ങി വെച്ചാൽ മതി, പിന്നെ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കല് നമ്മുടെ ആളുകൾ പെട്ടെന്ന് ഏറ്റെടുക്കും, അല്ലെ? വൈവാഹിക മേഖലകൾ ശ്രദ്ധിക്കണം. വൈവാഹിക മേഖലകൾ നമ്മുടെ നാട്ടിലൊക്കെ കുറച്ച് മുന്നേ ഈ പുതിയ അപ്പള പോകുക എന്നൊക്കെ പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, അതിലൊക്കെ ഭയങ്കര കോലാഹലങ്ങൾ, പടക്കം പൊട്ടിച്ച് അവിടെ ബോംബെറിയുക, അവിടെ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പൊ അതൊക്കെ ആളുകൾ കുറെയൊക്കെ നിർത്തി. എന്തെല്ലാം വൃത്തികേടുകളാ ഓരോ വീടുകളിൽ പോയിട്ട് കാട്ടാ. ബാത്റൂമിൽ കയറിയിട്ട് പൈപ്പ് തുറന്നിട്ട് പോരുക, ഒരു ഹരം. കാരണം 10 വർഷം മുമ്പ് അതിന്റെ അനുഭവം ഒന്ന് കാണാനുണ്ട്. 10 വർഷം മുമ്പ് ഞാനൊക്കെ കല്യാണം കഴിക്കുന്നതിന്റെ ഒരു 5 കൊല്ലം കൂടി അപ്പുറത്തേക്ക് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ പെൺകുട്ടിയെ ആണുങ്ങളെ കിട്ടാതിന്റെ വലിയ ഇടങ്ങേറുള്ള കാര്യം. അപ്പൊ ഇവർക്കൊരു തണ്ട് പുതിയാപ്പിളൊപ്പം ചെന്നാലല്ലേ ഓരോ എന്തെങ്കിലും പറഞ്ഞാല് സംഗതികൾ മുടങ്ങിപ്പോകുന്നില്ല പേടിക്ക് പാത്രങ്ങളൊന്നും കൊണ്ടുവരാ. ഇവര് കാണുന്ന ക്രൂരത, അക്രമം മുഴുവൻ സഹിച്ച് അതെങ്ങനെയെങ്കിലും അത് കഴിഞ്ഞു പോട്ടെ എന്നുള്ള നിനക്ക് ചിന്തിക്കുക. പക്ഷെ ഇന്ന് അനുഭവിക്കണമുണ്ടല്ലോ, ഇന്നൊരു പെൺകുട്ടിനെ കിട്ടാനുള്ള ബുദ്ധിമുട്ടെന്താ? അപ്പോ പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നത്തെ കാലത്ത് നമ്മളിതൊക്കെ നിർത്തി, ഈ വക പരിപാടികളൊക്കെ നിർത്തി. പക്ഷെ ഇന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളുടെ നാട്ടില് ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞു പോയ 5-10 കല്യാണത്തിന് ചിത്രങ്ങൾ എടുത്ത് ചിന്തിച്ചു നോക്കി. എത്ര ലക്ഷങ്ങളാണ് കല്യാണത്തിന്റെ പേരിൽ തൂർത്തടിച്ചുകൊണ്ടിരിക്കുന്നത്, എത്ര ലക്ഷങ്ങളാണ് പൊടിച്ചുകൊണ്ടിരിക്കുന്നത് പല കാരണങ്ങളുടെ പേരിൽ, അല്ലെ? എന്നിട്ട് അതിങ്ങനെ ഒരു ഹ്രസ്വചിത്രം പോലെ അതിങ്ങനെ അടിച്ചിറക്കി അത് ആളുകൾക്കിടയിൽ വമ്പം പ്രചാരണം. അതിനെത്ര ലൈക്ക് കിട്ടി, അത് എത്ര ആളുകൾ കണ്ടു, എങ്ങനെ ഉണ്ടായിട്ടോ മെജ. ഇത് കാണാത്തവർ വിളിച്ച് കണ്ടോ, വിളിച്ച് ചോദിച്ചേ കണ്ടില്ലേ, എങ്ങനെ ഉണ്ട്? ഒരു കണ്ണുകൊണ്ട് കണ്ടുപോകുന്ന സാധനമല്ല ഇത് കല്യാണം. പക്ഷെ എന്നാലും നമ്മൾ അർക്കിയത് കണ്ടിരാൻ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു കുട്ടി ജനിച്ചു, അത്ഭുതമാണ് നമ്മളെ സമുദായത്തിന്റെ അവസ്ഥ. ഒരു കുട്ടി ജനിച്ചിട്ട്
ആ കുട്ടിന്റെ മുടിയളീച്ചല് വരെ സേവ് ദ ഡേറ്റ് പോലെ നമ്മൾ എന്താ അടിച്ചിറക്കി. അത് ഭയങ്കര ആളുകൾക്കിടയിൽ എല്ലാം ഇത് ഒരു അക്കീക്കത്തിന്റെ സുന്നത്തോ അതിന്റെ പ്രാധാന്യം അല്ലത്. ഇത് ആളുകൾക്കിടയിൽ എന്തെങ്കിലും ഒക്കെ ഒരു എല്ലാ ട്രെൻഡാണ് നമുക്ക് ആവശ്യം അല്ലെ. കുട്ടിക്ക് കാത് കുത്തുന്നതിന് അതൊരു കല്യാണത്തിനേക്കാളും വലിയ പരിപാടി. ചിന്തിക്കണം നമ്മള്. ഒരു പെണ്ണിനെ കൂട്ടിക്കൊണ്ടുപോണത് എന്തെല്ലാം രീതിയിലുള്ള പരിഷ്കാരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും വേറെ സമൂഹത്തിലൊന്നും ഇല്ലട്ടോ. എന്തെങ്കിലും ഒക്കെ ഒരു ചെറിയൊരു തുമ്പ് ആരെങ്കിലും ഒന്ന് കാട്ടിക്കൊടുത്താൽ മതി. പിന്നെ അതിൽ നിന്ന് അതിങ്ങനെ വികസിച്ച് ഏതൊക്കെ രൂപത്തിൽ അതിനെ വഷളാക്കാൻ പറ്റുമോ ആ രൂപത്തിലൊക്കെ നമ്മുടെ സമൂഹം നിലകൊള്ളുന്നുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഏതൊരു കാലഘട്ടത്തിലും നമ്മൾ ചിന്തിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് മനുഷ്യരായ നമ്മളെ പടച്ചു വിട്ടപ്പോ നമുക്കൊരുപാട് കുറവുകളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പലപ്പോഴും ചിന്തിക്കുക മറ്റുള്ള ജന്തുക്കളെക്കാട്ടിലൊക്കെ നമ്മൾ കുറച്ച് മേലെ നമ്മൾ ചിന്തിക്കുക. പക്ഷെ നമുക്ക് നമ്മുടേതായ കുറെ കുറവുകളുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ വേണം, നമുക്ക് മെയിൻ്റനൻസ് വേണം. എടോ ചിന്തിച്ചു, ഈ മനുഷ്യനെ പോലെ മെയിൻ്റനൻസ് ആവശ്യമില്ല വേറെ ജന്തുക്കളുണ്ടോ? നിങ്ങളെ വീട്ടില് ഒരു 5 കൊല്ലമായിട്ട് ജീവിച്ച പോയി എത്ര വട്ടം നഖം മുറിച്ചിട്ടുണ്ടാവുക, എത്ര വട്ടം മുടി വെട്ടിയിട്ടുണ്ടാവും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നമുക്ക് ഓരോന്നിനും അതിൻ്റെതായ പരിചരണങ്ങൾ ആവശ്യമുണ്ട് അല്ലേ. നമ്മുടെ വീട്ടില് ഒരു പൂച്ചക്കുട്ടി നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് വളർന്ന് അത് ഗർഭിണിയായി അത് പ്രസവിച്ചു ഉടനെ അത് മരിച്ച് അതിന്റെ 5 കുട്ടികളെ ജീവിച്ചു പോണില്ലേ? നിങ്ങളത് ചിന്തിക്കുക. നമ്മളെ ഒരു മനുഷ്യൻ ഒരു കുട്ടിനെ അവള് ഗർഭം ധരിച്ചു, ഒരു കാടിന്റെ ഉള്ളിൽ കിടന്നത് പ്രസവിച്ചു, ആ കുട്ടി അത് ജീവിക്കോ? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് ഓരോ മേഖലയിലും പരിചരണം ആവശ്യമുണ്ട്, ഓരോ മേഖലയിലും ഓരോ രീതിയിലും. ഇനി വേറെ കാര്യം ചിന്തിക്കുക, നമുക്ക് ആവശ്യമായ സംസാരം പഠിപ്പിച്ചാലാണ് ആള് നമുക്ക് സംസാരിക്കാൻ കഴിയോ? ഒരു മലയാളം സംസാരിക്കുന്ന ഒരു മാതാവിന്റെയും പിതാവിന്റെയും കുട്ടിനെ ഇതൊന്നും സംസാരിക്കാൻ ശേഷിയില്ലാത്ത ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് കൊണ്ട് ഈ കുട്ടിനെ കൊണ്ട് ഈ കുട്ടി 10 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരും മലയാളം പറയും ഇല്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരെ ഓരോ സംഗതികൾക്കും മനുഷ്യന് ജീവിക്കാൻ മാർഗനിർദ്ദേശങ്ങൾ അത്യാവശ്യമാണ്. അത് മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെ ഓരോ മേഖലയിൽ എടുത്ത് ചിന്തിച്ചാലും നമുക്ക് അറിയാൻ കഴിയും. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും ഒരു കോഴിക്കുഞ്ഞ് അതിന്റെ മുട്ട വിരിഞ്ഞ് ഇറങ്ങി ആ കോഴിക്കുഞ്ഞ് ലൈംഗിക ദാഹത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തി ഒരു പൂവൻ കോഴി അതിന് ഉപയോഗപ്പെടുത്തി എന്ന് പറഞ്ഞ് മരിച്ച ഏതെങ്കിലും ഒരു കോഴിക്കുട്ടി നിങ്ങൾ ചുറ്റത്ത് കണ്ടുകളോ? ഇല്ല. 3 മാസം പ്രായമുള്ള മക്കളെ ലൈംഗിക ദാരിദ്ര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മനുഷ്യരെ നമുക്ക് ചുറ്റുപാടില്ലേ? ചിന്തിക്കും. മനുഷ്യന് മാർഗനിർദ്ദേശം അത്യാവശ്യമാണ്. ആ മാർഗനിർദ്ദേശങ്ങൾ ഇല്ലെങ്കിൽ മനുഷ്യനായിട്ട് ജീവിക്കാൻ മനുഷ്യനെ കൊണ്ട് കഴിയില്ല. മനുഷ്യന്റെ ചിന്തകൾക്കനുസരിച്ച് ലോകത്തെ തുറന്നുവിട്ട ഈ ദുനിയാവ് 10 കൊല്ലം കൊണ്ട് തീരും. മനുഷ്യന്റെ ചിന്തകൾക്കനുസരിച്ച് ഇവിടെ ഒരു നിയമമില്ല, ഒന്നുമില്ല. തോന്നിയതുപോലെ ചെയ്തോളൂ എന്ന രൂപത്തിൽ മനുഷ്യന് 700 കോടി മനുഷ്യരെ തുറന്നു വിട്ടാൽ ഈ ദുനിയാവിന്റെ അവസ്ഥ എന്തായിരിക്കും? ഈ ലോകം മുഴുവൻ ഒറ്റടിക്ക് ബോംബിട്ട് പൊട്ടിത്തെറിച്ചപ്പോൾ ഞാൻ മാത്രം ബാക്കി അത് കണ്ട് ചിരിക്കാം എന്നാഗ്രഹിക്കുന്ന ആളുകൾ പോലും സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് നല്ല നിലയിൽ സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനങ്ങളോടെ ജീവിക്കണമെങ്കിൽ അതിന് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് മാർഗനിർദ്ദേശങ്ങൾ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാകുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹരി ലം യകുൻ ഷൈഅൻ മദ്കൂറ. നമ്മൾ ചിന്തിക്കണം. അതായത് ഓർത്തെടുക്കാൻ പോലും സാധിക്കാത്ത ഒരു അവസ്ഥയിൽ മനുഷ്യ നീ ഉണ്ടായിരുന്നില്ലയോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുക. ഏത് ഓർത്തെടുക്കാൻ? നമ്മളിപ്പോ ഇങ്ങനെ പറയാം എന്റെ വല്യാപ്പ, എന്റെ വല്യാപ്പാന്റെ വാപ്പ, 5 തലമുറയ്ക്ക് അറിയുന്ന ആൾക്കാർ നമ്മളെ കൂടുതൽ ഏർപ്പുണ്ടാവും അല്ലെ? ഒരു 5 തലമുറയ്ക്ക് അറിയുന്ന ആളുകൾ ഏർപ്പുണ്ടാവും. എന്റെ വാപ്പനാള്, വാപ്പാന്റെ വാപ്പനാള്, വാപ്പാന്റെ വാപ്പാന്റെ വാപ്പനാള് എന്നൊക്കെ പറഞ്ഞ് ഒരു 5 തലമുറ വരെ അറിയുന്ന ആളുകൾ ഏർപ്പുണ്ടാവും. കുടുംബത്തിന്റെ മഹിമയും പാരമ്പര്യവും ഒക്കെ വ്യക്തമായിട്ട് അറിയുന്ന ആളുകൾ ഉണ്ടാവും. ആ മനുഷ്യനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുക, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും
മിനദ്ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറ. ഒന്നും ആയിരുന്നത് ഓർത്തെടുക്കാൻ പോലും ആകാത്ത ഒരു കാലഘട്ടം മനുഷ്യ നിനക്കുണ്ടായിരുന്നില്ലയോ? 9 മാസത്തെ ഉമ്മാന്റെ ഗർഭകാലഘട്ടം ഉമ്മ പറഞ്ഞ നമുക്കറിയാം. ആ 9 മാസത്തിന്റെ ഗർഭാശയത്തിനുള്ളിൽ ഒരു അണ്ഡവുമായി ആ ബീജം കൂടിക്കലർന്ന് അത് സിദ്ധാന്തമായി ഭ്രൂണമായി ഒരു കുഞ്ഞായി വളരുന്ന 9 മാസത്തെ ഗർഭകാലഘട്ടം. ആ പിതാവിന്റെ പ്രശ്നത്തിൽ ഒരു ബീജഗണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കാലഘട്ടത്തിൽ അവിടെയുള്ള ആളുകളുടെ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ ആർത്തവ രക്തത്തിൽ നിന്നായിരിക്കാം ഒരു പക്ഷേ കുട്ടികൾ ഉടലെടുക്കുന്നത് എന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുക്കുക. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജ്. സമ്മിശ്രമായ ബീജങ്ങളിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അല്ലേ? ഒരു പിതാവിന്റെ ബീജത്തിൽ നിന്ന് മാത്രമായിക്കൊണ്ട് ഒരു മനുഷ്യന് സഹോദരങ്ങൾ സൂചിപ്പിച്ചു വന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന്റെ ഒരു ഉടലെടുപ്പിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്ന വാക്യങ്ങൾ പോലും അത്രയേറെ പരിശുദ്ധ ഖുർആനിന്റെ സമ്പൂർണതയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് എന്ന് കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നു, ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ കാഫിറൻ വ ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തത് എങ്കിലും ആ മനുഷ്യന് നന്മയുള്ളവനായോ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന നന്മയുള്ള മനുഷ്യനായോ അല്ല എങ്കിൽ നന്ദി കെട്ട നിഷേധിയായോ അവന് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ അവൻ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഈ ആഗതമാകുന്ന ഈ റമദാനിന്റെ മുന്നോടിയായിക്കൊണ്ട് ഓരോ ആളുകളോടും ഓർമ്മപ്പെടുത്താനുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ നമുക്ക് എങ്ങനെ ജീവിക്കണം, എന്ത് മാർഗനിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കണം എന്നതിന്റെ കൃത്യമായ രൂപരേഖ പ്രാവർത്തികമായ രൂപത്തോടുകൂടി പരിശുദ്ധ ഖുർആനിന്റെ സമ്പൂർണമായ വാക്യങ്ങളുടെ ജീവിതം നമുക്ക് സമർപ്പിച്ചു തന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മിലേക്ക് വരാനിരിക്കുന്നത് നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാ ആളുകൾക്കും ആ പരിശുദ്ധമായ റമദാനിൽ എത്തിച്ചേരാനും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ചെറുതും വലുതുമായ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും റഹ്മാനും റഹീമുമായ നാഥ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരികയും ജീവിതത്തിന്റെ ഓരോ അവസരങ്ങളിലും അല്ലാഹുവേ നിന്നെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്കെല്ലാം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുവേ തൗഹീദോടുകൂടി ജീവിക്കാനും തൗഹീദോടുകൂടി മരിക്കാനുമുള്ള തൗഫീഖ് റഹ്മാനായ നാഥ ഞങ്ങൾക്ക് ഏവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ ഗുരുനാഥന്മാർ, ഞങ്ങളുടെ പണ്ഡിതന്മാർ, ഞങ്ങളുടെ നേതാക്കൾ, അല്ലാഹുവേ അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും ഞങ്ങളെയും നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. അല്ലാഹുവേ ആഗതമാകുന്ന റമദാനിനെ അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളിലേക്ക് നീ എത്തിച്ചു തരികയും അതിനെ പൂർണ്ണമായ രീതിയിൽ ഉൾക്കൊള്ളാനും അതിനെ സ്വീകരിക്കാനുമുള്ള തൗഫീഖും ആരോഗ്യവും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.